എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവർ ഇടക്കിടക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടുവെക്കുക. കൂടുതലായിട്ട് നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ഷാജിയുടെ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എതിരായിട്ട് പുള്ളിക്കാരി മറ്റൊരു വീഡിയോ പടച്ചു വിട്ടു. ആ വീഡിയോയ്ക്കകത്ത് എൻ്റെ പേര് പരാമർശിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല പുള്ളിക്കാരി പറയുന്നത്. വേറെ ആരോ പറഞ്ഞ സാധനങ്ങളെ ക്രെഡിറ്റ് എല്ലാം കൂടെ എൻ്റെ നെഞ്ചത്തോട്ട് എടുത്ത് വെച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മറ്റാരാണ്ടുണ്ടാക്കിയ കുഞ്ഞിൻ്റെ എൻ്റെ അടുത്തോട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞ സാധനങ്ങളുടെ ഉത്തരവാദിത്വം മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം പുള്ളിക്കാരി ഇട്ട് തമ്മനയിൽ നോക്കാം. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, പുള്ളിക്കാരി അത് ഡിലീറ്റ് ആക്കി. ഒരുപക്ഷെ കുറച്ച് സബ്സ്ക്രൈബറുള്ള ഒരുത്തിനെ അങ്ങനെ പറഞ്ഞ് പരാമർശിച്ച് ഹിറ്റാക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഒരു ഡിലീറ്റ് ആക്കിയെന്ന് എനിക്കറിയില്ല. നമുക്കതിന് തമ്മനയിൽ നോക്കാം. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഒരാൾ ചത്താലും അത് കണ്ടന്റ് ആക്കും എന്ന് നന്നായിട്ടറിയാം. തീർച്ചയായിട്ടും കണ്ടന്റ് ആക്കും. നമ്മളുടെ വാർത്താ മാധ്യമങ്ങൾ നോക്കൂ, അവരൊരു മരണം നടന്നു കഴിഞ്ഞാൽ അതൊരു റിയാക്ഷൻ വീഡിയോ റിയാക്ഷൻ വീഡിയോ അവരത് വാർത്തയാക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ളൊരു മരണമാണ് നടന്നെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടന്റ് ആക്കും. പക്ഷേ വിത്ത് ഓൾ റെസ്പെക്ട് ആയിരിക്കും അത് ചെയ്യുന്നത്. അതിന് നിങ്ങൾ മിടുക്കന്മാരാണ്, താങ്ക് യു. പക്ഷേ എൻ്റെ നെഞ്ചത്തോട്ട് കയറിയാൽ ഒരിക്കലില്ല. ഞാനങ്ങനെ ചെയ്യുമോ? ബേസിക്കലി ഈ ഷാജി നമുക്ക് നേരെ വീഡിയോ തന്നെ തുടങ്ങാം. പുള്ളിക്കാരി ആദ്യം പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കുറിച്ച് പുള്ളിക്കാരി ആദ്യം പറയുന്നത് തന്നെ കേട്ട് തുടങ്ങാം. അതിനുശേഷം എൻ്റെ പേരിലേക്ക് വരാം. ആദ്യം പുള്ളിക്കാരി പറയട്ടെ. വീഡിയോസ് ഇട്ടിട്ട് നമ്മളെ തിന്നണവർക്കാണ് പറയാനുള്ളത്. പല കള്ളത്തരങ്ങളും പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ ഓരോരുത്തർ വന്നിട്ടുണ്ടാവും. പക്ഷെ ഈ ഷാജിക്ക് എൻ്റെ ആവശ്യമില്ല. ഒരാളുടെയും കണ്ടന്റ് വിറ്റ് ഒരാളുടെ ജീവിതം വെച്ച് എനിക്ക് തിന്നേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരാളുടെയും കണ്ടന്റ് വിട്ട് ഒരാളുടെയും ജീവിതം തിന്നേണ്ട ഒരാവശ്യം ഷാജിക്ക് ഇല്ലെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നൊരു സ്വാഭാവികമായിട്ടും മറ്റൊരാളുടെ കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് അതിനകത്തുനിന്ന് അഭിപ്രായം പറഞ്ഞു തന്നെയാണ് അരി ഉണ്ടാക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. ഓക്കെ, ന്യായീകരിക്കാൻ പറ്റുന്ന സാധനമല്ല നിങ്ങളുടെ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോഴത്തേനും. താങ്കളുടെ കണ്ടന്റ് നമ്മൾ നോക്കുമ്പോഴത്തേനും ഷാജിയുടെ കണ്ടന്റ് എന്താണ്? അമ്മയെ കുറ്റം പറയുക, ഭർത്താവിൻ്റെ സഹോദരങ്ങളെ കുറ്റം പറയുക, ഇപ്പോൾ മക്കളെ കുറ്റം പറയുക, മക്കൾ പഠിക്കുന്ന സ്കൂളിനെ കുറ്റം പറയുക. സ്വന്തം കണ്ടന്റാണോ ഇതൊക്കെ? മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു തന്നെയല്ലേ നമ്മളും. അപ്പൊ അത് തന്നെ, നമ്മൾ ഒരേ തോണിയിലെ യാത്രക്കാരാണ്. നമ്മൾ നിങ്ങളുമായിട്ടൊരു പരിചയമില്ലാത്ത നിങ്ങളെ പറയുന്നു, നിങ്ങൾക്ക് അടുത്തറിയാവുന്നവരെ പറയുന്നു, അവരെ വിൽക്കുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. നമുക്ക് ബാക്കി കേൾക്കാം. പുള്ളിക്കാരി ഇനി എന്നെ പറയുന്നുണ്ട്, അത് നമുക്ക് കേൾക്കാം. രാവിലെ റിയാക്ഷൻ വീഡിയോസ് കണ്ടവന്മാരടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഏതാടാ റിയാക്ഷൻ വീഡിയോന്റെ പേര്? എന്താ അവന്റെ പേര്? റിയാക്ഷൻ വീഡിയോസേ അവൻ ചെയ്തിരിക്കണേ. അവനക്കൊക്കെ എന്താ അറിയാം എൻ്റെ ലൈഫ്. അവന്റെ റിയാക്ഷൻ വീഡിയോസ് എന്താ അവന്റെ പേരറിയോ? മാസ്റ്റർ മൈൻഡ് മാനുവോ? എന്തായാലും നിങ്ങൾ എന്നെ ഏറിക്കയറ്റാൻ തീരുമാനിച്ചു. കറക്റ്റായിട്ട് എൻ്റെ പേര് പറഞ്ഞു ഏറിക്കയറ്റ്. ഷാജി എന്ന് കൃത്യമായിട്ടല്ലേ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഞാൻ ഒരു വീഡിയോയിലെങ്കിലും തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ടോ? പൊതുവേ ഞാൻ എല്ലാവരും പേര് തെറ്റിച്ചാണ് പറയുന്നത്. പക്ഷേ ഷാജിയുടെ പേര് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ലേ? പേര് പറയാൻ കാരണം നമ്മൾ ഒരേ പ്രായക്കാരാട്ടോ, അതുകൊണ്ടാണ് പേര് പറയുന്നത്. അപ്പൊ എന്നെ ഏറിക്കയറ്റാൻ എന്തായാലും തീരുമാനിച്ചു. അപ്പൊ എന്റെ പേര് കറക്റ്റായിട്ട് പറ. മാസ്റ്റർ മൈൻഡ് മാനു അല്ല, മാസ്റ്റർ മൈൻഡ് മനു. ബാക്കി പറ. മാസ്റ്റർ മൈൻഡ് മാനു 13.3K ആണ് എനിക്ക് സബ്. 13.3K അവനിക്ക് സബ് ഉള്ളു. 13.3K അവന് സബ് ഉള്ളൂ. നമ്മൾ ചെറിയ സബ്സ്ക്രൈബർ ഉള്ള കുഞ്ഞാളാ. പക്ഷെ കുഞ്ഞാളാണെങ്കിൽ പോലും ചെറിയ സബ്സ്ക്രൈബർ കൗണ്ടാണ്. നമുക്ക് 2 ലക്ഷം അടുത്ത് സബ്സ്ക്രൈബർ ഒന്നുമില്ല, നമ്മൾ ചെറിയ ആള്. പക്ഷേ ഇന്ന് വരെ, ഈ നിമിഷം വരെ, ഇനി അങ്ങോട്ടും ഞാൻ എൻ്റെ സബ്സ്ക്രൈബറിനെ പുച്ഛിക്കില്ല. നീയൊക്കെ സബ്സ്ക്രൈബർ ആണോടാ എനിക്ക് കൊണ്ടുതരുന്നത്? നീയൊക്കെ എനിക്ക് കൊണ്ടു തരുവോടാ? നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് എന്തറിയാം? അങ്ങനെ ഒരു പരാമർശവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. 13K സബ്സ്ക്രൈബർ ഉള്ളെങ്കിലും ആ 13K സബ്സ്ക്രൈബറിനെയും ഞാൻ എൻ്റെ സുഹൃത്തുക്കളായി കണ്ട് കൂടെ നിർത്തുന്നു. അവർക്ക് എൻ്റെ ആശയങ്ങളോട് യോജിപ്പുണ്ടാകാം, വിയോജിപ്പുണ്ടാകാം. അതിനെല്ലാം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ റിയാക്ട് ചെയ്തു, നിങ്ങൾക്ക് എന്നോട് ഉള്ള വിയോജിപ്പുണ്ടാകും, അത് നിങ്ങൾ പറയുന്നു, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ അത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. എന്നെ ആരും റിയാക്ട് ചെയ്യലും മോശം പറയലൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ പറയുമ്പോൾ കറക്റ്റായിട്ട് പറയണം. ഞാൻ തെറ്റായിട്ട് പറഞ്ഞതല്ലേ താങ്കൾ പറയുന്നത്? അപ്പൊ താങ്കൾ കറക്റ്റായിട്ട് പറയണ്ടേ? പറ. അവൻ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. അവൻ എനിക്ക് ഉണ്ടാക്കിയ റിയാക്ഷൻ വീഡിയോസ് ആണ്. എനിക്ക് അവനോടാണ്, ഈ മാനുവിനോടാണ് എനിക്ക് പറയാനുള്ളത്. മാനു അല്ല, മനു. കറക്റ്റായിട്ട് പറ. എന്തായാലും പറയില്ലേ? കൃത്യമായിട്ട് പറയുന്നിട്ട് എന്തായാലും പറയുക. എന്തായാലും ഞാൻ ഇറക്കേറി. അപ്പൊ പിന്നെ കറക്റ്റായിട്ട് പറയണ്ടേ? താങ്കളുടെ ഫാൻസ് ഒക്കെ വന്ന് ചീത്ത വിളിച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പറ, മാനുവിന് പറയാം. ലൈഫ് ജീവിതം നീ തുടങ്ങി കഴിഞ്ഞാലാണ് നിനക്ക് ലൈഫിന്റെ കഥ എന്താണെന്ന് അറിയുള്ളൂ. ഓക്കെ, ലൈഫ് നീ തുടങ്ങണടാ. യൂട്യൂബ് അല്ലടാ ലൈഫ്. ഞാനിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്? ടിക്ടോക്ക് പോലെ എന്ന് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം യൂട്യൂബിനും. പിന്നെ നീ പറയണ്ടല്ലടാ പണിയെടുത്ത് പണിയെടുക്കാൻ വയ്യടോ. 5 പണിയെടുത്ത് ജീവിക്കുക എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല.
ഇതിൽ നിന്ന് തന്നെ എനിക്ക് വ്യക്തമായി ഞാൻ ചെയ്ത വീഡിയോയുടെ തുടക്കം ഇൻട്രോയിൽ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹുക്ക് സെൻറ്റൻസ് പറഞ്ഞു. ഈ സെൻറ്റൻസ് മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഇവരൊന്നും കണ്ടിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ കണ്ടിട്ട് തന്നെയാണോ നിങ്ങൾ ഈ പറയുന്നതെന്ന് അറിയത്തില്ല. പണിയെടുത്ത് ജീവിക്കുക എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല. സോ നിങ്ങൾ ആരെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് ആ ക്രെഡിറ്റ് കൊടുക്കുക. ഞാൻ പറയാത്തതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് വേണ്ട. പിന്നെ രണ്ടാമത്തെ കാര്യം, ജീവിതം ജീവിച്ച് തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് രണ്ടിനും ഒരേ പ്രായമാണ്. താങ്കൾ അനുഭവിച്ചതിനും അപ്പുറം കഷ്ടകാലം ഒരുപക്ഷെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടാകും. അത്രയും കഷ്ടം ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ആളാണ്. അടുത്തത് ജീവിതം തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ 7-8 വർഷം ബാങ്കിങ് കരിയറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന, ബാങ്കിങ് സെക്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അതോടൊപ്പം തന്നെ എനിക്കും ഒരു ബിസിനസ് ഉണ്ട്. എനിക്ക് ഇൻഷുറൻസും ബാങ്കിങ് ഓറിയന്റഡ് പ്രോഡക്ട്സിൻ്റെ ഒക്കെ സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി പറ. മക്കളെ പ്രസവിച്ചിട്ടേ ഭയങ്കരമായിട്ട് ബാക്ക് പെയിനും ബാക്കിയുള്ളതൊക്കെ അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. നീ പണിക്ക് പോവാ പറയുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ വയ്യ, ഷോപ്പുകളിലൊക്കെ പോയി നിൽക്കാൻ വയ്യ. പണിയെടുക്കാൻ പോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ ഈ ചെയ്യുന്ന യൂട്യൂബിൽ ഇടുന്ന വീഡിയോസിനെ ഒരു പണിയായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. നിങ്ങൾ 5 മക്കളെ നോക്കുന്നത് നല്ല കാര്യമാണെന്ന് എൻ്റെ വീഡിയോസിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മക്കളെ വളർത്തുന്നതും നല്ല രീതിയിലാണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാത്ത കാര്യങ്ങൾ എൻ്റെ പേര് പറയല്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കെതിരെ നിങ്ങൾ പറയുന്ന അലിഗേഷൻ ഞാൻ അറിയാതെ പറഞ്ഞു എന്നൊക്കെയാണ്. അപ്പം നമ്മൾ അറിഞ്ഞിട്ട് പറയണ്ടേ? ബാക്കി പറയും. പിന്നെ എനിക്ക് ഞാൻ കേരള പോലീസിന്റെ എത്ര ഡേറ്റ് ആണെന്നറിയോ? 15/5 ഞാൻ കേരള പോലീസ് മണ്ണാർക്കാട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തതിന്റെ കടലാസ് 15/5/2025 ഇന്ന് ഇതില്ല. അവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. ഒരു ബീർ കുപ്പിയിൽ നമ്മുടെയൊക്കെ മുസ്ലിങ്ങളുടെ മാനം കളയാൻ വേണ്ടിയിട്ട് വരി നിന്ന് കള്ളെ പേടിച്ച് കുടിക്കുന്ന അവനെ കുത്തിക്കൊന്ന് 2 ആൾക്കാർ ബൈക്കിൽ വന്നിട്ട് വൈരാഗ്യത്തിന്റെ നിന്നൊക്കെ പോലുള്ള ഒരു റിയാക്ഷൻ വീഡിയോസ് വൈരാഗ്യത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ വേറെ റീച്ചിന് വേണ്ടി കണ്ടന്റ് വേണ്ടി ഇടാൻ നീ ഉണ്ടാക്കണം. ഞാനല്ല മോനെ. റീച്ചിന് വേണ്ടി കണ്ടന്റിന് വേണ്ടി തന്നെയാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത്. റീച്ചിന് വേണ്ടി കണ്ടന്റിന് വേണ്ടി തന്നെയാണ് മിസ് ഷാജിദ ഷാജി വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ യൂട്യൂബിൽ വന്നിരുന്നിട്ട് പൂജിക്കാനായിട്ട് നമ്മൾ വീഡിയോ എത്തില്ല. നമ്മളെല്ലാവരും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ആ എൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ ഷാജിദ ഷാജി ഭയങ്കര മിടുക്കിയാണെന്ന്. അതൊരു കോംപ്ലിമെന്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അത് മോശമായിട്ടാണോ ഞാൻ പറഞ്ഞത്? നല്ല കാര്യമാണ്. നമ്മൾ യൂട്യൂബിൽ വരുന്ന കണ്ടന്റ് ഉണ്ടാക്കാനായിട്ടാണ്. എനിക്ക് ഷാജിദ ഷാജി, രേണു സുധി, MRC തൊപ്പി ഇവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നിങ്ങളൊക്കെ നല്ല രീതിയിലുള്ള കണ്ടന്റ് മേക്കേഴ്സാണ്. ഞാനത് നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ നല്ല സെൻസിൽ തന്നെയാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവര് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്ത പേപ്പർ കാണിക്കുന്നുണ്ട്. ഇവരുടെ അമ്മ ഇവരെ ഉപദ്രവിച്ചതിന്റെ കംപ്ലൈന്റ് കൊടുത്ത പേപ്പർ കാണിക്കുന്നുണ്ട്. ഈ പറഞ്ഞ സാധനം പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ കംപ്ലൈന്റ് കൊടുത്തതിന് കിട്ടുന്ന റെസിപ്റ്റ് അല്ലേ? അല്ലാതെ കോടതി അവരെ തെറ്റുകാരനായിട്ട് വിധിച്ചു തൂക്കിക്കൊല്ലാൻ എഴുതി തന്ന സെപ്പറേറ്റ് ടിക്കറ്റ് അല്ലല്ലോ. അതുകൂടെ മനസ്സിലാക്കാം. അപ്പൊ അത് വിധി വരട്ടെ. വിധി വന്നിട്ട് നമുക്കത് പറയാം. എനിക്ക് അതിന്റെ ആവശ്യമില്ലടാ. നീ എന്നെയൊക്കെ കണ്ടന്റ് ആക്കി അല്ലെങ്കിൽ ഈ ദാറുനജാത്തിനെയൊക്കെ കണ്ടന്റ് ആക്കിയിട്ട് എന്ത് കിട്ടണം? എനിക്ക് അതൊക്കെ ആരാണത്? ഞാൻ അവരൊന്നും കണ്ടന്റ് ആക്കിയിട്ടൊന്നുമില്ല. എനിക്കറിയത്തൊന്നുമില്ല. ഇവര് എൻ്റെ പേര് പറഞ്ഞിട്ട് ബാക്കി സാധനങ്ങൾ മൊത്തം വേറെ ആരാണ്ട് പറഞ്ഞതാണ് പറയുന്നത്. ഇവരുടെ വീഡിയോ കണ്ടിട്ട് എന്താണെന്ന് അറിയാത്ത കുറെ പേര് അറിഞ്ഞു പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്. ഈ ചീത്ത വിളിക്കുന്നവർ മിനിമം ഞങ്ങളുടെ വീഡിയോ എന്താണെന്ന് കണ്ടിട്ട് അതിനകത്ത് ചീത്ത വിളിക്കാനുള്ള സാധനം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് ചീത്ത വിളിക്കൂ. ഞാൻ ചെയ്യാത്ത സാധനത്തിന് എന്നെ ചീത്ത വിളിക്കാതെ കേട്ടാ. ബാക്കി പറ. ചോറ് തിന്നണ്ടേ? പക്ഷെ എന്റെ കാര്യങ്ങൾ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് ജനങ്ങൾ അവിടെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ പേരൻസ് അറിയണം പറഞ്ഞിട്ട് ചെയ്തതാണ് ആ ലൈവൊക്കെ. ആ ലൈവൊക്കെ അറിയണമെന്ന് പറഞ്ഞ് ചെയ്തതാണ്. ആ ലൈവിൽ ഞാൻ പറയുന്നുണ്ടല്ലോ താങ്കളുടെ ഈ സാധനമൊക്കെ സത്യമാണെങ്കിൽ നീതി ലഭിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. എന്തിനാണ് ഞാനിങ്ങനെ സത്യമാണെങ്കിൽ നീതി ലഭിക്കണമെന്ന് പറഞ്ഞത്? ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് എനിക്ക് അവനെ അറിയില്ല എന്ന് പറയും, അടുത്ത ഇന്റർവ്യൂവിൽ വന്നിട്ട് അവൻ എൻ്റെ ഫ്രണ്ടാന്ന് പറയും, അടുത്ത ഇന്റർവ്യൂവിൽ വന്നിട്ട് അവൻ എൻ്റെ ആരുവാണെന്ന് പറയും, അടുത്ത ഇന്റർവ്യൂവിൽ വന്നിട്ട് അവൻ എനിക്ക് അറിയില്ലെന്ന് പറയും. ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നത് കൊണ്ടാണ് താങ്കൾ പറഞ്ഞത് സത്യമാണോ ഇല്ലയോ എന്ന് നാട്ടുകാർക്ക് സംശയം തോന്നുന്നത്. താങ്കളുടെ സബ്സ്ക്രൈബേഴ്സും താങ്കളുടെ നാട്ടുകാരും അറിയുക എന്നുള്ളത് നല്ല കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, എന്നെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് നീ ഇത് പറയുന്നതെന്ന് ചോദിച്ചിരുന്നു. അവൻ തുടങ്ങിയിട്ടുള്ളൂ എന്നും പറഞ്ഞായിരുന്നു. അതെ, ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ യൂട്യൂബിൽ വന്നിട്ട് 7 മാസം ആയതുള്ളൂ. ഈ 7 മാസം കൊണ്ട് താങ്കളുടെ വീഡിയോസും ലൈവും കാണുന്ന ഒരാളാണ് ഞാൻ. ലൈവ് റെഗുലറായിട്ട് കാണാറില്ല, ലൈവ് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ അപമാനിക്കുന്നതും പുച്ഛിക്കുന്നതും അവഹേളിക്കുന്നതും ഒക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ ഒന്നും റിയാക്ട് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ഈ സാധനം നിങ്ങൾക്കും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഞാൻ സംസാരിച്ചു. നിങ്ങൾ പറ്റുമെങ്കിൽ എൻ്റെ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ഓരോന്ന് പറയാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ പറയുന്ന ഒന്നും ഞാൻ പറഞ്ഞിട്ടുള്ള സാധനങ്ങളല്ല. ബാക്കി പറ. അങ്ങനെ ചേർത്തിത് ഈ പ്രൂഫൊക്കെ നിനക്ക് റിയാക്ഷൻ വീഡിയോസ് ചെയ്യണൊക്കെ തന്നത് എന്തിനാണെന്നറിയോ? നീ പറഞ്ഞല്ലോ കണ്ടന്റിന് വേണ്ടി കരഞ്ഞു. കണ്ടന്റിന് വേണ്ടി കരഞ്ഞു എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞത് വേറെ ആരോ ആണ്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ള സാധനമല്ല. കണ്ടന്റ് വേണ്ടി ആകാൻ നിങ്ങൾ കരഞ്ഞത്, കണ്ടന്റ് വേണ്ടി അല്ലാതെ ഇരിക്കുകയാണ് കരഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കാൻ മിടുക്കിയാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ അതിനോട് സമാനമായൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ
കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കരഞ്ഞു എന്ന് പറഞ്ഞത് ഞാനല്ല. ഈ പറഞ്ഞതൊന്നും പറഞ്ഞത് ഞാനല്ല. യവനൊക്കെയോ പറഞ്ഞെന്തിനാണ് എൻ്റെ പെടലിക്കോട്ട് വെക്കുന്നത്? പെടലിക്ക് വെച്ചതോ വെച്ച് മര്യാദയ്ക്ക് എൻ്റെ പേരെങ്കിലും പറഞ്ഞുകൂടായിരുന്നു. എൻ്റെ പേരും തെറ്റിച്ചു പറഞ്ഞ്, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും തെറ്റിച്ചു പറഞ്ഞ്, എല്ലാം തെറ്റിച്ചു പറഞ്ഞ്. പറ. എന്റെ മോന് ഫുൾ A+ LSS അവരുടെ ടീച്ചർമാരെ നീ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യടാ. എന്റെ മോൻ എങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എടാ, ഒരു ഉമ്മാന്റെ കൽബ് പൊട്ടോ ഇല്ലേ? നീ പറയടാ. 7 വരെ ഒരു ഉമ്മാന്റെ കൽബ് തീർച്ചയായിട്ടും പൊട്ടും. ഞാൻ ആ വീഡിയോയ്ക്കകത്ത് സംസാരിക്കുന്നുണ്ട്, ഞാൻ ചെയ്ത വീഡിയോയ്ക്കകത്ത് ഞാൻ ഓൾറെഡി സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിഷമം ഉണ്ടാവും. ഒരു മാതാവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ മക്കൾക്കുണ്ടാകുന്ന പ്രശ്നത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഈ മക്കൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന, ഈ സൈബർ ഇടത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മെയിൻ ആൾ നിങ്ങളാണ്. ഇനി രണ്ടാമത്തെ കാര്യം, മോൻ പഠിച്ചെടുത്ത് പോയി സ്കൂളിൽ ടെസ്റ്റ് ചെയ്യൂ, ചെക്ക് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നടത്തുന്നത് റിയാക്ഷൻ വീഡിയോ ആണ്, റിയാക്ഷൻ ബ്ലോഗർ. അതായത് യൂട്യൂബിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ അതെടുത്ത് വെച്ചിട്ട് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ അപരാധം പറയുമല്ലോ, ആ കമൻറ്റ് ബോക്സിൽ പറയുന്നതിന് തുല്യമായ സാധനം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യും, ഒപ്പോസ് ചെയ്യും. അത് കണ്ടിട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഒരു വീഡിയോ ഉണ്ടാക്കിയിടുന്നു. ഇതാണ് റിയാക്ഷൻ വീഡിയോ. ഒരു സാധനം കണ്ട് അതിന് നമ്മുടെ റിയാക്ഷനാണ് ഞാൻ ഇടുന്നത്. താങ്കൾ പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആണ്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അല്ല ഞാൻ ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ പോയി കണ്ട് തെളിവെടുത്ത് അതിന് ചെയ്യാനായിട്ട് ഇത് പോലീസ് സ്റ്റേഷൻ അല്ല, യൂട്യൂബ് ചാനലാണ്. ബാക്കി പറ. എന്റെ കുട്ടിക്ക് ഫുൾ A+. അത് കഴിഞ്ഞ് ഇപ്പൊ എന്റെ അടുത്ത് SI സാറും വേറൊരു മാഡം എന്നെ പിടിക്കാൻ വന്നപ്പോ, സ്കൂളിൽ പഠിക്കാൻ വന്നപ്പോ ഞാൻ ആ മാഡം പറഞ്ഞു, എന്റെ മോന് LKG ഫുൾ A+ ആയിരുന്നു, UKG ആകുമ്പോഴേക്കും ആ കുട്ടി തോറ്റു ഒന്നുമില്ല. ഞാൻ ചോദിച്ചു മാഡത്തിന്റെ അടുത്ത്, നിങ്ങളുടെ മോനെ എവിടെ പഠിക്കുന്നു ചോദിച്ചു. ഗവൺമെന്റ് സ്കൂളിൽ. ഗവൺമെന്റ് സ്കൂളിനെ പുച്ഛിക്കുന്ന എന്തിനാണ് എനിക്കത് മനസ്സിലായില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഫുള്ള് A+ എന്ന കാര്യം പറയുമ്പോഴത്തേനും നമ്മുടെ മകൻ ഇപ്പം മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സ്കൂളുകാർ ബാധ്യസ്ഥരാണ്. അതേപോലെ തന്നെ ഒരു മാതാവ് എന്ന നിലയ്ക്ക് നമ്മളും ചെക്ക് ചെയ്യണ്ടേ? നമുക്കും അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ എടുത്തിടുകയാണോ വേണ്ടത്? അതായത് അതിലൊക്കെ നമുക്ക് വരാം. ബാക്കി പറയട്ടെ, ബാക്കി പറ. 9ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് എന്റെ അടുത്ത് മേടിച്ചതാണ് അവര്. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ മാർക്ക് ലിസ്റ്റിന്റെ പ്രകാരമാണ് അവർ എടുത്തത്, ഇത്ര മാർക്ക് ഉണ്ട് നോക്കിയിട്ട്. അപ്പൊ ഇവിടുന്ന് പോകുമ്പോൾ നല്ല മാർക്കുള്ള കുട്ടികളായിരുന്നു. എന്നിട്ട് 9ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് ചോദിച്ചപ്പോൾ അവർ വേണം വെച്ച് അടിച്ചു തന്നതോ എനിക്കറിയില്ല, അതോ ഇവ എഴുതിയിട്ടില്ലെന്ന് എനിക്കറിയാം. D+ വേണമെന്ന് വെച്ച് അടിച്ചു തന്നാണോ എന്ന് എനിക്കറിയില്ല, അതൊന്നും ഇവന് എഴുതിയിട്ടില്ലോ എന്ന് എനിക്കറിയത്തില്ല. കാരണം നമുക്ക് പോലും ക്ലിയർ അല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ചെന്നിട്ട് ആ സ്കൂളിന് നേരെ എന്താ പറഞ്ഞേ, അവന്റെ മാർക്ക് കുറഞ്ഞു, ഇതായി അതായെന്ന്. നിങ്ങൾ തന്നെ നിങ്ങളിട്ട വീഡിയോ കണ്ടു നോക്കൂ. ആ വീഡിയോയ്ക്കകത്ത് നിങ്ങളുടെ മക്കൾ തന്നെ പറയുന്നുണ്ട് ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം. ആ പഠിക്കാത്തതിന്റെ വലിയ കാരണമാണ് നമ്മൾ തിരക്കേണ്ടത്. നമുക്ക് ഈ സ്കൂളുകാർ ഇത് ചെയ്തോ ഇല്ലയോ എന്ന് ഉറപ്പില്ല, അത് നമ്മൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഉറപ്പില്ലാത്ത സമയത്ത് നമ്മളങ്ങനെ പറയാമോ? ഇനി ഇത് മാത്രമല്ല, ഈ ചെയ്ത വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരിയുടെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തതിനകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരിയെക്കാട്ടിലും വിവരം പുള്ളിക്കാരിയുടെ മക്കൾക്കുണ്ട്, അവർക്ക് ചില സാധനങ്ങൾ ചെയ്യണ്ട എന്ന് പറയുന്നുണ്ടെന്ന്. പുള്ളിക്കാരിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് ഇത്ര A+ ഉണ്ടായിരുന്നു, ഇത്ര ഇതുണ്ടായിരുന്നു. പ്രിയ സുഹൃത്തെ, ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കോളൂ താങ്കൾക്ക് വിവരം ഇല്ല എന്നുള്ള കാര്യം. കാരണം വിദ്യാഭ്യാസം വേറെ, വിവരം വേറെ, രണ്ടും രണ്ട് സാധനമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ പഠിക്കാൻ ഭയങ്കര മിടുക്കിയാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് എടുത്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് കോമൺ സെൻസ് ഉണ്ടാകണം എന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടും രണ്ട് സാധനമാണ്. ഒന്ന് മനസ്സിലാക്കിയ നല്ലതായിരുന്നു. ബാക്കി ഇപ്പം മക്കളുടെ മാർക്കിന്റെ കാര്യം പറ. ഫുള്ള് മേടിച്ച മാർക്ക് ലിസ്റ്റ് എവിടെയാ? ഇതാടാ മാർക്ക് ലിസ്റ്റേ, നോക്കടാ. നിങ്ങൾ എന്നെ കാണ്. C+, CC, D+, ഒരു A ഒരു B. ഇവർ അത്രയും മോശപ്പെട്ട കുട്ടിയാണോ? അത്രയും മോശപ്പെട്ട കുട്ടിയാണെന്ന് എനിക്കറിയില്ല. അത്രയും മോശപ്പെട്ട കുട്ടിയാണെന്ന് എനിക്കറിയില്ല. ഇതൊന്നും ഞാൻ പറഞ്ഞല്ല കേട്ടോ. ഇതിനൊക്കെ ഞാൻ ചുമ്മാ എന്നിരുന്ന് മറുപടി പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു കാര്യം പോലും അവർ പറഞ്ഞിട്ടില്ല. എൻ്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനകത്ത് മോശപ്പെട്ടൊരു കുട്ടിയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. നിങ്ങൾ ഒരു മക്കളെ കുറിച്ചും ഇല്ല. ഞാൻ ചെയ്ത ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും, നിങ്ങളുടെ മക്കളെ പരാമർശിക്കുന്ന ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും അതിനകത്തെല്ലാം ഞാൻ പറയുന്നുണ്ട്, ഷാജി മക്കളെ വളരെ നന്നായിട്ടാണ് നോക്കുന്നത്, വളരെ നന്നായിട്ടാണ് അവരെ പഠിപ്പിക്കുന്നത്, വളരെ നന്നായിട്ടാണ് അവരോട് കാര്യങ്ങൾ ഷെയറിങ് മെന്റാലിറ്റി ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ മക്കളെ ഒരു സ്ഥലത്ത് പോലും ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മക്കളെ ഞാൻ അവഹേളിച്ചിട്ടേ ഇല്ല. എക്സ്പെക്ട് ഇവരുടെ ഈ ചാറ്റ് പൊക്കിയ കേസ് മാത്രമാണെന്ന് തോന്നുന്നു ഞാൻ ഇച്ചിരിയും കൂടി ഒരു ഫീൽ ചെയ്യാൻ സാധനം ചെയ്തത്. ഇനി രണ്ടാമത്തെ കാര്യം വരികയാണെങ്കിൽ, ഈ മക്കള് നല്ല രീതിയിലാണ് അല്ലെങ്കിൽ ഈ മക്കൾക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി താങ്കളുടെ ലൈവിൻ്റെ താഴെ വന്ന ഒരു ചാറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചാറ്റിനകത്ത് എന്താ പറയുന്നത്? ഈ മക്കൾ ഇവിടെയാണ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചത്, മികച്ച കുട്ടികളായിരുന്നു, നല്ല കുട്ടികളാണ്. നെഗറ്റീവായിട്ട് കാണിക്കാനാണ് എനിക്കിതൊക്കെ പ്രകടന കാര്യമുണ്ടോ? എൻ്റെ ചാനലിൽ എനിക്ക് നിങ്ങളോട് യാതൊരു എതിർപ്പുമില്ല. നിങ്ങൾ കാണിക്കുന്ന ചില പ്രവർത്തികളോട് എൻ്റെ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുന്നു. കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടുന്നതിന് പകരം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ചെയ്ത വീഡിയോയുടെ ഭാഗങ്ങൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായി ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പരിഹാരം ചെയ്യാം. അല്ലാതെ ഇങ്ങനെ ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ തലക്കോട്ട് എടുത്ത് വെച്ച് തരാതിരിക്കുക. ബാക്കി പറ. മോശം അല്ലായിരുന്നു, ഇപ്പൊ മോശമായി പോയി. എന്താ എനിക്കറിയില്ല, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല.
അല്ല അവന്റെ തെറ്റാണെന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. അവൻ പഠിച്ചിട്ടില്ല. ഓക്കെ ആയിരിക്കും, ഒരു പഠിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ഇനി ഞാൻ പറഞ്ഞുതരാം. അവൻ പഠിച്ചിട്ടില്ലായിരിക്കും, അതൊരു യാഥാർത്ഥ്യമല്ലേ. ഇപ്പോൾ മോൻ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ മോൻ്റെ ഉത്തരക്കടലാസിൽ ഈ സ്കൂളുകാർ മനഃപൂർവ്വമായിട്ട് മാർക്ക് കുറച്ചതാണ് എന്നൊരു സംശയം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മകൻ്റെ ആൻസർ ഷീറ്റ് വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുക. ആ ആൻസർ ഷീറ്റ് മേടിച്ചിട്ട് നമ്മളിങ്ങനെ മറിച്ച് നോക്കുക. മറിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മകൻ എന്താണ് അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളതെന്ന്. നിങ്ങളുടെ മകൻ പഠിക്കാൻ മോശമാണെന്നോ നിങ്ങളുടെ മകൻ കൊള്ളില്ലെന്നോ ഒന്നും എനിക്കൊരു യാതൊരു അഭിപ്രായമില്ല. മികച്ചതാണ്, ആ പുള്ളിക്കാരൻ നന്നായിട്ട് മക്കളെല്ലാം നല്ല രീതിയിൽ പഠിക്കട്ടെ, നല്ല നിലയിലെത്തട്ടെ. അപ്പോൾ നമ്മൾ ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഒരു കോളേജിൻ്റെ അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അലിഗേഷൻ നടത്തുമല്ലേ. നമ്മൾ ആ സ്കൂളിനോട് ബന്ധപ്പെടുക, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആൻസർ ഷീറ്റും കാര്യങ്ങളും എല്ലാം മേടിക്കുക, നോക്കുക നമ്മുടെ മകൻ എന്താണ് എഴുതി വെച്ചെന്നുള്ളത്. നമ്മുടെ മകൻ മികച്ചതായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്, നമ്മുടെ അല്ല കേട്ടോ, നിങ്ങളുടെ മകൻ മികച്ചതായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്, മാർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെതിരെ ഈ പറയുന്ന നമുക്ക് വിദ്യാഭ്യാസ മന്ത്രി വരെ പോവാം, അപേക്ഷകൾ കൊടുക്കുക, അതിനെതിരെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളിലേക്ക് ഈ വിഷയത്തിൽ എസ്കലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനായിട്ടാണ്, ബാക്കി പറയാം. നീ പറഞ്ഞല്ലോ എന്ത് മക്കളിലെ വെച്ച് പൈസ ഉണ്ടാക്കാൻ, മക്കൾക്ക് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കി, അതിന് വേണ്ടിയിട്ട് നീ കണ്ടന്റ് നല്ലതാണ്. ഇവിടെ വാ. ഇങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഇതൊക്കെ ഞാൻ എപ്പോഴാണ് പറഞ്ഞു? ഇതൊക്കെ ആരുടെ വീഡിയോ കണ്ടത്? ഇത് എന്നെ തന്നെയാണോ കണ്ടത്? അല്ല, എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനകത്തൊരു കമന്റ് ഇട്ടത് ഞാൻ കണ്ടായിരുന്നു. അത് ഞാൻ വളരെ സഭ്യമായ രീതിയിൽ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്നൊന്നും ഞാൻ പറഞ്ഞൊന്നും അല്ല. നിങ്ങളുടെ വാക്യം കേട്ടിട്ട് നാട്ടുകാർ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു? ഞാനത് സത്യം ഞാൻ എൻ്റെ വീഡിയോ കാണും. എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്നെ പറയാനുള്ള സാധനങ്ങൾ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, അതെടുത്തിട്ട് പറയും. വല്ലവരും പറഞ്ഞ എൻ്റെ ക്രെഡിറ്റ് എനിക്ക് തരാതെ ഞാൻ വീണ്ടും പറയണം. എനിക്ക് വേണ്ട. ഞാൻ ഓൾറെഡി പുറത്തുനിന്ന് ഞാൻ കൊട്ടേഷൻ എടുക്കുന്നില്ല. ഓൾറെഡി ഞാൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ കൊട്ടേഷൻ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പുറത്തുനിന്നൊരു വർക്ക് ഞാൻ എടുക്കുന്നില്ല. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലോ കേട്ടോ. എന്റെ മകൻ എന്നെ ഉണ്ടല്ലോ, ഞാൻ പറയിപ്പിക്കാം. എന്തുണ്ടായത് പറയും. പെണ്ണുങ്ങളായിട്ട് എന്താണ് ഉണ്ടായത്? തുറന്ന ഒരു വായ തുറക്ക്. ഞാൻ പറയില്ല. ആർക്കാ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു? ഏത് പെണ്ണിനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്? എന്താ പേരോളുടെ? പേര് പറഞ്ഞോ? തെളിവൊക്കെ അവിടെ കൊടുത്തായി. പേര് പറ. തെളിവൊക്കെ അവിടെ കൊടുത്തില്ലേ? പേര് പറ. നീ ആ കൊച്ചും കൂടെ നാണം കിടത്ത്. പേര് പറ. നീ ഏതായാലും എല്ലാവരും നാണം കിട്ടും. നീ ആ കൊച്ചും. അതാണോ നമ്മൾ ചെയ്യേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം? ഇത് ഞാൻ ഇനി മറ്റൊരു കാര്യം പറയാം. ഞാൻ തമ്മയിൽ ഇട്ടപ്പോഴത്തേനും താങ്കളുടെ മകൻ്റെ ഫേസ് ഞാൻ ബ്ലർ ചെയ്തിരുന്നു. ആ പുള്ളിക്കാരനിട്ടില്ല. വീഡിയോയിൽ ഞാൻ ബ്ലർ ചെയ്തില്ല. എനിക്കറിയത്തില്ല മൂവ് ചെയ്യുന്ന വീഡിയോയിൽ ബ്ലർ ചെയ്യാൻ. അതുകൊണ്ട് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ മകൻ്റെ ഫേസ് ഞാൻ അവിടെയും ബ്ലർ ചെയ്തേനെ. നമ്മൾ വന്നിട്ട്, അതായത് മോനൊരു തെറ്റ് ചെയ്ത് അമ്മ ഇങ്ങനെ നിന്നിട്ട് ഡാ നീ ചെയ്ത് ശരിയല്ല എന്ന് പറയേണ്ടതിന് പകരം ക്യാമറ ഓൺ ചെയ്ത് രണ്ടുപേരും കൂടി ഇങ്ങനെ നിന്നിട്ട് ഡാ പഴാ ആ പെണ്ണിന്റെ പേര് പറടാ. നാട്ടുകാരെ മൊത്തവും താങ്കളുടെ മകൻ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ചാറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ ചാറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്തു, മകനൊരു പ്രണയമുണ്ട് എന്നറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സുഖം എന്താണ്? അത്രേ ഞാൻ ചോദിച്ചുള്ളൂ. നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ മകനാണ്, നിങ്ങളുടെ വീഡിയോ ആണ്, നിങ്ങളുടെ യൂട്യൂബാണ്, നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നമ്മളത് കാണുമ്പോൾ നമ്മളൊരു അഭിപ്രായം പറയുമല്ലോ. ആ അഭിപ്രായം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറയുന്നതിൽ വിയോജിപ്പുകൾ രേഖപ്പെടുത്താം. സ്വാഭാവികമായിട്ടും ഞാൻ നിങ്ങളെ കുറ്റം പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും. നിങ്ങളുടെ ദേഷ്യത്തെ ഞാൻ മാനിക്കുന്നു. ബാക്കി പറയും. പറഞ്ഞോ പേര്. എത്തിങ്ങാനിൽ പഠിക്കുന്ന ഏത് പെൺകുട്ടിയാ? 8ൽ പഠിക്കുന്ന പെൺകുട്ടി. അവളുടെ പേരെന്താ? ഞാൻ ഇപ്പൊ തെളിവുകൾ കാണിക്കണ പേര് പറയണ? തെളിവ് കാണിക്കണ? നിങ്ങൾ ചാറ്റ് ചെയ്ത ലിസ്റ്റ് കാണിക്കണ പേര് പറയണ? പേര് പറയും. പറഞ്ഞ പെൺകുട്ടി എത്ര ക്ലാസ്സിലാണ് സ്കൂളിൽ പഠിക്കുന്നത്? 8ൽ. മദ്രസയിൽ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ൽ. ആ കുട്ടിയുടെ ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് അങ്ങോട്ട് വെച്ചിരുന്നെങ്കിൽ ഈ ഫോറം അങ്ങ് തികഞ്ഞേനെ. അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളു. അതും കൂടെ വന്നിരുന്നത് ഇത് കറക്റ്റ് ആയനെ. ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ പേരും അഡ്രസ്സും എല്ലാം പറയും. അപ്പൊ നമ്മൾ ആ കൊച്ചിനെ കൂടെ നാണം കെടുത്തുമ്പോൾ മറ്റൊരു സുഖം കിട്ടത്തില്ലേ? നല്ല 6ൽ. നിന്റെ കൂടെയാണ് അവൾ പഠിക്കുന്നത്? എത്ര ക്ലാസ്സിലാണ്? 7ലാണ് പ്രാവശ്യം പഠിക്കുന്നത്. പെൺകുട്ടി ഇവര് വരുമ്പോ ഇവൻ ഇവിടെ വരുമ്പോ അവിടത്തെ എനിക്കറിയില്ല, കുറെ ഫോണും കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവര് കിട്ടുമ്പോൾ ചാറ്റ് ചെയ്യുമ്പോൾ പെൺകുട്ടികളുടെ അവിടെ ഫോൺ കിട്ടണമെന്നല്ല, ആൺകുട്ടികളുടെ കയ്യിൽ എല്ലാവരുടെ ഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ ആ കിട്ടുമ്പോ ചാറ്റ് ചെയ്യണ പരിപാടി ഇവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയട്ടെ, ഫ്രണ്ട്ഷിപ്പ് എനിക്കുണ്ടോ? ഫ്രണ്ട്ഷിപ്പ് യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, വേറുള്ള തരത്തില് എന്ത് തരത്തിലാണെങ്കിലും എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എത്രയോ ആൾക്കാർ തെണ്ടിത്തര രീതിയിൽ എനിക്ക് മെസ്സേജ് അയച്ചില്ല. അപ്പൊ ഞാൻ എടുക്കും ബ്ലോക്ക് ലിസ്റ്റിൽ ഇഷ്ടം പോലെ ചാർജിന്റെ ബ്ലോക്ക് ലിസ്റ്റിൽ വാട്സപ്പിലായാലും അപമര്യാദയായിട്ട് ആര് പെരുമാറിയോ അന്ന് ഞാൻ ബ്ലോക്ക് ഇടും. ആണോ അല്ലേ? ഞാൻ ബ്ലോക്ക് ഇടോ ഇല്ലേ? ഇടോ? ഞാൻ അനാവശ്യമായിട്ട് ഒരാൾ ഇങ്ങോട്ട് നോക്ക്, അനാവശ്യമായിട്ട് ഒരാൾ സംസാരിക്കാൻ നിൽക്കോ? മോൻ്റെ ചാറ്റ് പൊക്കിയതിനു ശേഷം അമ്മ വന്നിരുന്ന് പറയുക, മോനെ ഇത് എങ്ങനെ പൊക്കി, ഇതാണ് സംഭവം, നീ പറ, ഞാൻ ചെയ്തോ, ഞാൻ അങ്ങനെ ചെയ്തോ, ഞാൻ ബ്ലോക്ക് ചെയ്തില്ലേ, ഞാൻ അനാവശ്യമായിട്ട് ചെയ്തോ? ഇത് ശരിക്കും നിങ്ങൾ
മക്കളുടെ തെറ്റ് തിരുത്തി കൊടുക്കുകയാണോ അതോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലുള്ള നെഗറ്റീവ് തിരുത്തുവാണോ? മറ്റേ അതിന്റെ പേരുണ്ടായിരുന്നു, കഴുത്തേടുന്നൊരു മാല ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ സാധനത്തിന്റെ നെഗറ്റീവ് വെളുപ്പിക്കാനുള്ള പരിപാടിയാണ്. അതായത് മക്കളെ കൈവാരി തേച്ചിട്ട് ആ സാധനത്ത് നമ്മളെ സ്വന്തമായിട്ട് വെളുപ്പിക്കാനുള്ള ടെക്നിക്കാണോ ഇത്? ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ, മറ്റേ മഹറൂഫ് അല്ലല്ലോ, പുള്ളിയുടെ പേരെന്തായിരുന്നു, ഞാൻ പുള്ളിയുടെ പേര് പറഞ്ഞുപോയി. ആ പുള്ളിക്കാരൻ ഇതാൻ്റെ പ്രശ്നം. ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞു പോകും, പക്ഷേ ഷാജി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു, പക്ഷേ മാസ്റ്റർ മൈൻഡ് മാനുമാക്കി കളഞ്ഞില്ല. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആ പുള്ളിക്കാരൻ്റെ പേര് മറ്റേ പയ്യൻ, 27 വയസ്സുള്ള പയ്യൻ, ആ പയ്യൻ്റെ കാര്യം പറയുന്നുണ്ട്. അവൻ ആരായിരുന്നു? അവൻ നമ്മളെ സഹായിച്ചില്ലേ? അവൻ നമ്മൾ അങ്ങനെ ചെയ്തില്ലേ? അവൻ്റെ കോൾ എടുക്കുന്ന ആരായിരുന്നു? ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത്? അപ്പം നമ്മൾ ഓൾറെഡി കുറെ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ഉണ്ട്. മക്കൾ കാണുന്ന ഇതൊക്കെ തന്നെയല്ലേ? അപ്പോൾ കുത്തിയ എന്തരോ മുളയ്ക്കത്തില്ലെന്നൊരു സാധനം ഉണ്ടല്ലോ. ബാക്കി പറ. ഷറഫ് അലിന്റെ ഇവരുടെ പ്രശ്നം ഇവര് ന്യായീകരിക്കുന്നുണ്ട്. അറിയല്ലോ, ഞാൻ ഇല്ലാത്ത ടൈമിൽ ആരാ കോൾ എടുക്കൽ ആരാ? നിങ്ങളാണോ? എന്റെ ഷാരിക്ക് മോനാണോ? ആണോ? ഈ ഷറഫ് അലിയുടെ കാര്യം തന്നെ എടുക്കാം. ഞാൻ ഇല്ലാത്തപ്പോൾ ആരാ കോൾ എടുക്കുന്നത്? ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു പെൺ സുഹൃത്തുണ്ട്. അപ്പം ഞാൻ ഇല്ലാത്ത സമയത്ത് ഈ പെൺ സുഹൃത്ത് വിളിക്കുന്നു. ഈ പെൺ സുഹൃത്ത് വിളിക്കുമ്പോൾ എൻ്റെ മകനോ ഭാര്യയോ കോൾ എടുക്കുന്നു. മകനോ ഭാര്യയോ കോൾ എടുക്കുമ്പോൾ ഈ പെൺ സുഹൃത്ത് സംസാരിക്കുന്നത് പോലെ ആകണമെന്നുണ്ടോ ഞാൻ ഈ ഫോൺ എടുക്കുമ്പോൾ സംസാരിക്കുന്നത്? താങ്കളോട് ആ ഷറഫ് അലി എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ഈ പിള്ളേർക്ക് അറിയാമോ? അവർക്ക് എന്ത് പ്രായമുണ്ട്? നിങ്ങൾ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ സ്പീക്കറിലിട്ടാണോ സംസാരിക്കുന്നത്? പക്ഷേ ആയിരിക്കും കേട്ടോ, എനിക്കറിയത്തില്ല. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ പ്രൈവസികളുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ എനിക്കിത് മനസ്സിലായിടത്തോളം പുള്ളിക്കാരിയുടെ നെഗറ്റീവ് എല്ലാം തേച്ച് മാറ്റി വെളുപ്പിച്ചിട്ട് ഈ നെഗറ്റീവ് എല്ലാം കൂടെ മക്കളുടെ മണ്ടക്കോട്ട് ഇട്ടിട്ട് മക്കളെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കുക. ഇപ്പോൾ ഈ മക്കൾക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു, മക്കള് പല പെൺകുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്തു എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയ മൊത്തം അറിഞ്ഞ്. നിങ്ങളുടെ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ടാവും? 1,00,000 പേര്, 2,00,000 പേര്. ഇനി ഫ്യൂച്ചറിൽ എത്ര പേര് കാണും? അത്രയും പേര് കണ്ടു. ഈ പിള്ളേർ വളർന്നു വരുമ്പോൾ ഇവർക്ക് ശരിക്കും ഒരു കല്യാണ ആലോചനയോ ഒരു പ്രണയമോ വരുമ്പോഴത്തേനും ഇത് അവരുടെ ജീവിതത്തെ ബാധിക്കുമോ? നിങ്ങൾ തന്നെയാണോ നിങ്ങളുടെ മകന് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുന്നത്? നമ്മൾ സമൂഹ മാധ്യമത്തിൽ വന്നിരുന്ന് നാട്ടുകാരോട് വിളമ്പേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളങ്ങനെ വിളമ്പാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ വിളമ്പേണ്ട കാര്യങ്ങളും വിളമ്പാൻ പാടില്ലാത്ത കാര്യങ്ങളും എല്ലാം വന്നിരുന്ന് വിളമ്പി കഴിഞ്ഞാൽ എന്നെപ്പോലുള്ളവർ അതെടുത്തിട്ട് നമുക്ക് തോന്നുന്നത് വിളമ്പും. ആ വിളമ്പലാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കൈസിനെ ചീത്ത വിളിച്ചു, എന്നെ എന്തൊക്കെയോ പറഞ്ഞു, എന്നെ പറഞ്ഞത് ഡിലീറ്റ് ചെയ്തു. ഒരു പക്ഷേ 2 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനൽ 13,000 വള്ള് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞായിരിക്കാം, അറിയത്തില്ല. ഇനിയിപ്പോൾ അവർ പറയുന്നത് സ്വാഭാവികമായിട്ട് എനിക്ക് റീച്ച് കിട്ടും. അവർ വന്ന് കമൻറ്റ് ഇട്ടുകൊണ്ട് എനിക്കൊരു 10,000 വ്യൂ എക്സ്ട്രായും കിട്ടിയിട്ടുണ്ട്. എനിക്കിവരോട് നന്ദിയുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ കാരണമാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയത്. എനിക്കിവരോട് നന്ദിയുള്ളൂ, സ്നേഹം മാത്രമേ ഉള്ളൂ. എനിക്ക് ഇവരോട് യാതൊരു എതിർപ്പില്ല. ഇവർ ചെയ്യുന്ന ചില ചേഷ്ടകളിൽ എൻ്റെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രം. എത്തുന്നവരെ ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് അവിടെ എത്തുന്ന ഇവിടെ നിന്ന് എന്തെങ്കിലും അപമാനിച്ചാൽ ഞാൻ ആർക്കെങ്കിലും പറഞ്ഞ ഉമ്മമാനത്തെ വരളത്ത് പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്നറിയോ? ഇതൊക്കെ പറയേണ്ട ഒരു സാഹചര്യം വന്നാണ്. കാരണം എത്തിങ്ങാലിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവിടെ സാധാ സ്കൂളിൽ മറ്റേ വീട്ടിൽ നിന്ന് വരുന്ന മക്കളല്ല, എത്തിങ്ങാലിൽ പഠിക്കുന്ന പെണ്ണുങ്ങളാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഞാൻ മാഡത്തിന് പറഞ്ഞപ്പോ അത് നിന്റെ മക്കളും തെറ്റ് ചെയ്തില്ലേന്ന്. എങ്ങനെയുണ്ട് അത് ചോദിച്ചാൽ കറക്റ്റ് അല്ലേ? അതായത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ശബ്ദം കേൾക്കുവോ? കേട്ടില്ലേ? അതാണ് സംഭവം. അവരിങ്ങോട്ട് മെസ്സേജ് അയച്ച് നിങ്ങളുടെ മക്കൾ അതിന് റിപ്ലൈ കൊടുത്തില്ല. അവർ മെസ്സേജ് അയച്ച് തന്നെ വെച്ചോ, അവർ മെസ്സേജ് അയച്ച് നിങ്ങളുടെ മക്കൾ റിപ്ലൈ കൊടുത്തില്ല. ഇതിങ്ങനെ പോകത്തില്ലേ? നമ്മുടെ മെസ്സേജ്, പക്ഷേ നിങ്ങളുടെ മക്കളും കൂടെ മെസ്സേജ് അയച്ചുകൊണ്ടല്ലേ അത് അങ്ങനെ ആയിപ്പോയത്. നിങ്ങളുടെ മക്കളുടെ ഭാഗത്തും തെറ്റുണ്ട്. ആ പെൺകുട്ടികൾ മെസ്സേജ് അയച്ചപ്പോഴത്തേനും ആ പെൺകുട്ടികളെ അവർ മോശം ചിന്തയിലാണ് മെസ്സേജ് അയച്ചെങ്കിൽ അത് മെസ്സേജ് അയക്കരുത്, ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ചിന്ത ഈ മക്കൾക്ക് എന്തുകൊണ്ട് വന്നില്ല? അമ്മയുടെ ഒരു മാതൃക എന്നൊരു സാധനം എന്നെ കൊണ്ട് പറയിക്കില്ല കേട്ടോ. ഞാനത് പറയത്തില്ല. ഞാനങ്ങനൊന്നും പറയത്തില്ല. ഞാൻ നല്ല വെച്ചാ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് മക്കളെ ആണുങ്ങളെ വീഴ്ത്തിയപ്പോ പെണ്ണുങ്ങൾ മെസ്സേജ് അയച്ച് ആണുങ്ങളെ വീഴ്ത്തി. ഫ്രഷ് സാധനം. ഇത് ഒരു അമ്മ എന്ന നിലയ്ക്ക് താങ്കളുടെ വികാരത്തെ ഞാൻ മാനിക്കുന്നത് കൊണ്ട് ഞാൻ അതിനകത്തൊരു കമന്റ് ചെയ്യുന്നില്ല. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നിങ്ങളുടെ മക്കൾ മോശമാണെന്ന് ഞാൻ എവിടെയും അവകാശപ്പെടുന്നില്ല. മക്കളെ നിങ്ങളോ സോഷ്യൽ മീഡിയയിൽ വന്ന് നാട്ടുകാർ മൊത്തം നിങ്ങളവരെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്, ഇല്ലെന്നും പറയുന്നില്ല. മക്കളെ പിടിച്ചു വലിച്ച് ഇതിലേക്ക് ഇടാതിരിക്കുക. അവരുടെ ഭാവി നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ ഭാവിയിൽ ഇല്ലാത്ത ഒരു ശ്രദ്ധയൊന്നും നാട്ടുകാർ വെക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നാട്ടുകാർ പലതും പറയും. അവര് പറയാണ് അത് നിന്റെ മക്കളും ചെയ്ത തെറ്റല്ലേന്ന്. അപ്പൊ ഞാൻ കണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കിയതാണോ ഇത്? അതെ, കണ്ടന്റ് വേണ്ടി ഉണ്ടാക്കിയതാണത്. കണ്ടന്റ് വേണ്ടിട്ട് അല്ലെങ്കിൽ ഇത് യൂട്യൂബ് ഇടേണ്ട കാര്യമുണ്ടോ?
നിങ്ങൾ നിങ്ങളുടെ മക്കളും തമ്മിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ചാറ്റും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവിടെ പറഞ്ഞു തീർക്കണ്ടേ? അത് ഒരു പ്രശ്നം നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നു, നമ്മളത് കുടുംബത്തിൽ തന്നെ പറഞ്ഞു തീർക്കുന്നു. നമ്മളത് കുടുംബത്തിൽ തന്നെ പറഞ്ഞു തീർക്കുമ്പോഴത്തേനും അത് നമ്മുടെ കുടുംബ പ്രശ്നമായി. ഈ കുടുംബ പ്രശ്നം നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിടുമ്പോഴത്തേനും അതൊരു കണ്ടന്റായി. കണ്ടന്റ് തന്നെയാണത്, അതിനകത്ത് ഒരു സംശയമില്ല, അത് കണ്ടന്റ് തന്നെയാണ്. ഈ കഥ കണ്ടന്റ് വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ അല്ല? അപ്പൊ ഇപ്പൊ എല്ലാവരും അറിഞ്ഞില്ലേ? SI സാറിനൊക്കെ തെളിവുകളൊക്കെ അയച്ചു കൊടുത്തില്ലേ? അപ്പൊ അത് ഫസ്റ്റ് പിടിച്ചപ്പോ നിന്നോട് എന്താ ഞാൻ പറഞ്ഞത്? ഒരു കുട്ടിക്ക് പ്രണയം ഉണ്ടായിട്ട് ഇനി ഈ നാട്ടിൽ അറിയാൻ ഒരാൾ പോലും ഇല്ല, ഇങ്ങനെ വേണം പ്രണയിക്കാൻ. പ്രണയം എന്ന് പറഞ്ഞ ലോകം മൊത്തം അറിഞ്ഞു, ഇല്ലെങ്കിൽ അമ്മ അറിയിച്ചു. എത്ര ക്ലാസ്സിലാണ് നീ പഠിക്കുന്നത്? 9-ല്ലേ? അപ്പൊ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? ആ പുള്ളിക്കാരിയെ ജോലിയൊക്കെ കിട്ടിയിട്ട് സെറ്റാണെങ്കിൽ കെട്ടിച്ചു കൊടുക്കാന്നൊക്കെയാ പറഞ്ഞത്. അതൊക്കെ നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. നന്നായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. പക്ഷെ നമ്മൾ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്, അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചു മികച്ചതാണ്. പക്ഷേ നമ്മുടെ കൊച്ചു എന്ത് തെറ്റ് ചെയ്താലും അത് തെറ്റല്ല. പെൺകുട്ടികൾ വലവീശി പിടിച്ച് നമ്മുടെ മക്കളെ വളച്ചതാണ്, പെൺകുട്ടികൾ നമ്മളെ മക്കളെ എറിഞ്ഞു വളഞ്ഞ് വീഴ്ത്തിയതാണ് എന്ന് പറയരുത്. അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഇപ്പം നിങ്ങളെ ശക്തമായിട്ടൊന്നും വിമർശിച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ ശക്തമായി വിമർശിച്ചിട്ടുള്ള കാലം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് നിങ്ങളോട് ഒരു സെന്റിമെന്റ്സ് ഉണ്ട്, ഒരു ദയയുണ്ട്. 5 മക്കളെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തുന്നു, കഷ്ടപ്പെട്ട് സ്വന്തം കാലിൽ നിൽക്കുന്നു എന്നൊരു ദയമുണ്ട്. ഞാനത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിമർശനം കുറച്ചപ്പോൾ എന്നെ പിടിച്ചിറക്കിയിട്ട് നിങ്ങൾ എന്നെ കയറ്റാനാണെങ്കിൽ പണ്ട് ചെയ്തപ്പോൾ കയറ്റണമായിരുന്നു. അതായിരുന്നു അതിൻ്റെ ഒരു കറക്റ്റ് സാധനം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ സ്വന്തം വിഷയങ്ങൾ, അതായത് നിങ്ങൾ അവകാശപ്പെടുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നൊരു പച്ച ഇറച്ചി നിങ്ങളുടെ തിന്നുന്നതാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ബന്ധുവില്ലാത്ത നിങ്ങളുടെ പച്ചിറച്ചി നിന്ന് നിങ്ങൾ നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന മാതാവിൻ്റെയും സ്വന്തക്കാരുടെയും ഭാര്യ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും എത്തിങ്കാനയിലെ സാറന്മാരുടെയും ഒക്കെ ഇറച്ചി ഭക്ഷിക്കുന്നു. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ കടലിലുള്ള മീൻ, നിങ്ങൾ കടലിലുള്ള തിമിംഗലം എന്നൊരു സാധനം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഏതായാലും ആ വീഡിയോ, അങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് നന്ദി പറയുന്നു. എനിക്ക് കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ചീത്ത വിളിക്കുന്നവർ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ചെയ്ത തെറ്റിന് ചീത്ത വിളിക്കുക. വല്ലവനും ചെയ്ത തെറ്റിന് എന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞിരിക്കും. മറ്റൊരു വീഡിയോ കാണുന്നത്.